know if somebody has ever told you that. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, പറഞ്ഞിട്ടുണ്ട്. Okay, great. So thank you so much for gracing our screens so wonderfully. Right. So I have ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. I hope that's fine with you. So നമ്മുടെ എല്ലാവരുടെയും വാർഡ്രോബിൽ ഒരുപാട് ഡ്രസ്സുകളും ജീൻസും ടോപ്സും, വിമൻ ആണെങ്കിൽ ലേഡീസ് ആണെങ്കിൽ എസ്പെഷ്യലി ടാഗ് ഊരാത്ത ഒരുപാട് കോസ്റ്റ്യൂംസ് നമ്മുടെ ഇതിലുണ്ടാവും. പിന്നീടാണ് നമ്മൾ പറയുക ഡ്രസ്സില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യും, അല്ലെ? ശരിക്കും തന്നെ ഫ്രണ്ട്ലിരിക്കുന്ന ഗേൾസ് ഒക്കെ. സോ ഇതെല്ലാവർക്കും സംഭവിക്കാനാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഗോ ടു കോസ്റ്റ്യൂം? പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കും, പോയി ഇങ്ങനെ കബോർഡിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും ഇവിടെ കബോർഡിലത് എന്തായിരിക്കും? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ടു എവരി വൺ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒത്തിരി സന്തോഷമുണ്ട് ഈ ക്രൗഡിനെ കാണാൻ പറ്റിയതിൽ. സോ മൈ ഗോ ഡ്രസ് എന്ന് പറയുന്നത് യൂഷ്വലി ജീൻസ് ആൻഡ് കാഷ്വൽ ടോപ്പ്, അതാണ്. പിന്നെ ഫ്രോക്സ്, ഐ മീൻ കോട്ടൺ. ഈ ക്ലൈമറ്റിന് നമുക്ക് കോട്ടൺ ഇടുന്നു, കോട്ടൺ. തീർച്ചയായിട്ടും പറയുമ്പോൾ നമ്മൾ ഫാഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വെതറിൻ്റെ കാര്യം കൂടി സംസാരിക്കേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ മാസമായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ലുങ്കിയിലേക്ക് മാറിയാലോ എന്ന്. കാര്യം അത്രയധികം ചൂടായതുകൊണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ദേ മേക്ക് എ ഫാഷൻ സ്റ്റേറ്റ്മെന്റ്, സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്. ഡെഫിനറ്റ്ലി ജീൻസ് ഈസ് എ ഗോ ടു. ആൻഡ് what's better than a peppy fit, right? And is there a role in your movies like that is your passion, your hobby, right, and your career as well? So what is the role that you've always wanted to perform? What a dream role അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോ ഡ്രീം റോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ വെസ്റ്റേൺ ഡ്രസ്സസിലാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പം കൂടുതലും എനിക്ക് കുറച്ച് മോഡേൺ വേഷങ്ങളാണ് വന്നിട്ടുള്ളത്. But fortunately, I got a chance, a golden opportunity to do a movie, Perimani, which is going to release. 2 ദിവസം കൂടെ ഉള്ളൂ. മെയ് 10-ാം തീയതിയാണ് ഞങ്ങളുടെ പടം റിലീസാവുന്നത്. അതിലൊരു നാടൻ ക്യാരക്ടറാണ്. എന്തായാലും ഡിഫറെൻറ്റ് ലുക്കും ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ട് അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു ബേബി റിട്ടൺ ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന മജു ബേബിയുടെ പുതിയ സിനിമയാണ് പെരുമാനി. അതിൽ നായികയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. യെസ്, ഐ സോ ഫ്യൂ ലുക്സ് ആക്ച്വലി ഓഫ് യോഴ്സ്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു ദീപം തന്നെയാണോ, നമ്മുടെ ദീപം തന്നെയാണോ എന്ന് ഞാൻ പെട്ടെന്ന് നോക്കി. ഈവൻ യുവർ ബോഡി ലാംഗ്വേജ് ഇസ് വെരി ഡിഫറെൻറ്റ് ഇൻ ദ മൂവി ആസ് വെൽ. അതിൽ ഒരു 8 kgs വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ്. നമ്മൾ കൂടുതലും സിനിമയെ പറ്റി കുറച്ചും കൂടി അറിയാനുള്ള ചെറിയൊരു സർപ്രൈസ് ആണ് ദീപ, തൽക്കാലം ഞാൻ പറയുന്നില്ല. ബട്ട് യെസ്, ദീപ പറഞ്ഞ പോലെ ദ മൂവി വിൽ ബി റിലീസിംഗ് ഇൻ 2 days ആസ് യു സെഡ്. ഓക്കെ, ഗ്രേറ്റ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു മൊമെൻറ്റോ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഐ ലൈക്ക് ടു കോൾ ഓൺ സ്റ്റേജ് സനൽ ശ്രീധരൻ, ഹു ഇസ് ദി ഏരിയ സെയിൽസ് മാനേജർ ഓഫ് പെപ്പി ജീൻസ്, ആൻഡ് റിസ അലിയർ, ഹു ഇസ് ദി മാനേജിംഗ് പാർട്ണർ TBA Enterprises. Kindly raise the stage to receive your memento. Thank you, Riza. Absolutely amazing collection as well. Thank you so much. Once again, നമ്മുടെ lovely ദീപയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്നേഹം കാണിച്ചാലോ? നല്ലൊരു കൈ കാണിച്ചുകൊണ്ട്. Yes, and Deepa will be once again walking the ramp for you for the Lulu Fashion Week 2024. Good evening. Powerful.
ചെക്ക് യെസ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു കൈയടിയാവും വിനയ്ക്ക് വേണ്ടിയിട്ട്. എന്താണ് എല്ലാവരും ഇങ്ങനെ വിളിച്ചു നോക്കിയത്? എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറിയൊരു സർപ്രൈസോടുകൂടി എലമെന്റിൽ ഇരിക്കുകയാണ്. വിനയ് തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു ഡൗട്ടിലാണെന്ന് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഫോർ ദ ലുലു ഫാഷൻ വീക്ക്. നമുക്കൊരു ഫാഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം, റൈറ്റ്? No, don't worry, nothing complicated. Okay, so വിനയിന്റെ ഗോ ടു കോസ്റ്റ്യൂം എന്താണ്? ഞാൻ നേരത്തെ ദിവ്യയോട് ചോദിച്ച പോലെ തന്നെ ഇങ്ങനെ ചെന്ന കൂടെ കബോർഡിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? ഞാൻ സംതിങ് ലൈക്ക് വൈറ്റ് ഷർട്ട്, വൈറ്റ് ടീ ഷർട്ട്, ബ്ലൂ ജീൻസ്. എൻ്റെ ഒരു ബേസിക് മോട്ടോ തന്നെ കംഫർട്ടാണ്. ഓക്കെ, ഇനി ഇത് ഇടുമ്പോൾ വൈഫും കുട്ടി ഇത് കണ്ടിട്ട് എന്താണ് സാധാരണ പറയുക? അവർക്കൊരു അഭിപ്രായം ഉണ്ടോ ഇത് കണ്ടിട്ട്? ഇത് വേണം എന്നാണോ വേണ്ട എന്നാണോ എന്താണ് അവർ സാധാരണ പറയാറ്? മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണോ ഇവിടെ പൊതുവെ ഇവിടെ നിൽക്കുന്ന ജെൻസ് എല്ലാവരും മൈൻഡ് ചെയ്യാറില്ലേ? സ്ത്രീകളായിരുന്നു നിങ്ങളുടെ വീട്ടിലെ കൈടിക്കുന്നുണ്ട്, ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. പരസ്പരം ഇപ്പോൾ അവർ എന്തിടുന്നുള്ളത് ഞാൻ ഇന്റർഫിയർ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്തിടുന്നുള്ളത് അവർ ഇന്റർഫിയർ ചെയ്യാറില്ല. ഭയങ്കര കോമഡി ഒക്കെ ആയി അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും ബേസിക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയും ഇത് കോമഡി ആണെന്ന് പറയും. അല്ലാണ്ട് വേറെ ഇന്റർഫിയർ ചെയ്യാറില്ല. മനസ്സിലായി. വിനയ് എന്താണ് എന്നെ നോക്കിയിട്ട് കോമഡി ആണെങ്കിലും എന്നെ നോക്കുന്നത്? ഓക്കെ, സോ വിനയ് എന്താണ് വാട്ട് ആർ യുവർ ന്യൂ പ്രോജക്ട്സ്? ഞാനിവിടെ ആദ്യം തന്നെ ഇവിടെ ഫാഷൻ വീക്ക്, ലുലു ഫാഷൻ വീക്ക് നന്ദി പറയുന്നു. ഇപ്പം നമ്മുടെ എൻ്റെ മീഡിയ റിലീസ് പെരുമാനി എന്നുള്ള സിനിമയാണ്. അപ്പോൾ പെരുമാനി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഈ വരുന്ന മെയ് 10 റിലീസാണ്. അപ്പോൾ പെരുമാനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പണിക്കിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ പെരുമാനിയുടെ ട്രയലും ടീച്ചറും പാട്ടൊക്കെ കാണാം. അപ്പോൾ മെയ് 10 മജു എന്ന നമ്മുടെ സുഹൃത്തുക്കൾ അപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ മജു സംവിധാനം ചെയ്ത സിനിമയാണ്. സണ്ണിൽ ഞാൻ, ലുക്മാൻ, അങ്ങനെ ഒരു ദീപ തോമസ്, ഒരു 70 ആക്ടേഴ്സ് അഭിനയിച്ച കുറച്ച് വലിയ സ്കെയിലുള്ള കുറച്ച് മാജിക്കൽ റിയലിസവും ഫണ്ണൊക്കെ ഉള്ള ഭയങ്കര സേനോടുള്ള സിനിമയാണ്. യെസ്, ഞാൻ കണ്ടിരുന്നു. ആൻഡ് യുവർ ലുക്ക് ഓൾസോ ഇസ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് പണ്ട് ഏതൊരു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ജഗതിയുടെ ഒരു സിനിമയിൽ അത്തരം ഒരു മീശ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ആ സിനിമയിലെ ലുക്കാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ ഈ ബോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റിന് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ഭയങ്കര കോമഡി രൂപമാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ നേരം ഞാനൊരു റെഡ് ടീഷർട്ട് എടുത്തിട്ടു. ഞാൻ അങ്ങനെ ഭയങ്കര സെലക്ട് ഒന്നും ചെയ്യില്ല, എനിക്ക് കിട്ടിയ റെഡ് ടീഷർട്ട് എടുത്തിട്ടു. ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ മീശമാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നാശം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു ഇത് കോമഡി ആണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വലിയ സയൻറ്റിസ്റ്റാണ്, അത് നിന്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് ഞാൻ ഭയങ്കര വൈറലായി. തിരികെ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്തായി എന്നുള്ളത്. അത് ഞാൻ ഓർക്കണം. Right. Okay. So, who do you consider a stylish actor, അല്ലെങ്കിൽ stylish actress എന്ന് പറയുന്ന ഒരു ആരെങ്കിലും? Who do you, in your mind, എല്ലാവരുടെയും മനസ്സിൽ ഒരാളുണ്ടാവും? അർജുൻ റാംപാൽ. Arjun Rampal. Yes, of course. You know, there are some people who can wear anything and carry it off. നമ്മൾ കട്ട് ചെയ്തിട്ട് ചാക്ക് ലിറ്ററലി കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മേത്തിൽ ഭംഗിയായിരിക്കും. Absolutely, and I think for the women obviously it's the looks and the swag, the charm, but obviously unbeatable, amazing. So ഈ ഒരു സമയത്ത് നമുക്കൊരു മെമ്മന്റോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വിനയ്, yes. I'd like to invite Mr. Jafar, Sales Manager, Prime Enterprises, Mr. Sujit, Area Sales Officer, and Mr. Tajuddin, Distributor, onto the stage, please. നല്ലൊരു കൈഡി കൊടുക്കാം. Thank you so much, gentlemen. Thank you so much. Vinay, ഒരിക്കൽ കൂടി, can you please take the run? I think we would like to see you again. അല്ലേ, ഒരിക്കൽ കൂടി വിനയ് ഫോട്ടോ ഒന്ന് ചെത്തട്ടെ സ്റ്റേജിൽ, right? Okay, here we go. So can I invite the crew of Permani onto the stage, please? And another surprise, our character വേഷത്തിൽ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. So let's give them a warm applause, please. നല്ലൊരു കൈ കൊടുക്കാം. And now we will have Team Permani walking the Lulu Fashion Week around. Please take the stage. Come on.
പക്ഷേ ലുലു ഫാഷൻ വീക്കിൽ ആദ്യമായിട്ടാണ് ക്യാരക്ടർ വേഷത്തിൽ വന്നിട്ട് റാമ്പ് അടിക്കുന്നത്. സോ ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുക്കാം. ലുക്ക് അറ്റ് ദം, ലുക്ക് അബ്സല്യൂട്ട്ലി അമേസിംഗ് അല്ലേ? ഒരു കൊച്ചു വില്ലേജിലെ ഭയങ്കര ലുക്ക് റിയലി ക്യൂട്ട്, ഓൾ ദി ലുക്ക് വെരി നൈസ്. ഓക്കെ, സോ കൂടുതൽ നമുക്കറിയാം മൂവിയുടെ വിശേഷങ്ങളെ പറ്റി ഞാൻ ഡയറക്ടറിന് തന്നെ മയക്കുന്നേ കൊടുത്തിരിക്കുകയാണ്. മിസ്റ്റർ മജു, യെസ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ സന്തോഷം. ഞങ്ങളൊരു മാജിക്കൽ റിയലിസം പോലെ ഒരു വില്ലേജിൻ്റെ കഥ പറയുകയാണ്. ഒരു എവിടെയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പം ആ ഗ്രാമത്തിലേക്ക് ഒരു ബസ്സേ ഉള്ളൂ, ആ ഗ്രാമത്തിൽ ഒരു കടയേ ഉള്ളൂ, ആ ഗ്രാമത്തിൽ മെയിൻ ഫുഡ് പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതുമാണ്, ആ ഗ്രാമത്തിൽ ഒരു JCB ഉള്ളൂ, പിന്നെ ഈ ഫോട്ടോയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകതരം നാടാണ്. അപ്പം ആ നാട്ടിലെ കഥ പറയാൻ പറ്റുന്നതിൽ ഓക്കെ. അപ്പം ഈ 10-ാം തീയതി ഞങ്ങളുടെ മൂവി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ പെരുമാനി എന്ന ഗ്രാമത്തെക്കുറിച്ച് അറിയാനും ഇവരുടെ പെർഫോമൻസ് കാണുവാനും ഇവരാരൊക്കെയാണെന്ന് അറിയുവാനും നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിലെത്തണം. എല്ലാവരോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. Thank you so much, sir. And we also have the music director here with us, Mr. Gopi Sundar Vadepi എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സാർ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക് വരണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് നമ്മളിപ്പോൾ ട്രെയിലറിലൂടെ കണ്ടത്. ഓക്കെ, സോ നമ്മൾ ഗോപി സുന്ദർ സാറിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ സിംഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. മൂവിയുടെ സിംഗേഴ്സ്, അതായത് മക്ബുൽ ആൻഡ് ജാസിർ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ കൈൻഡ്ലി ഗ്രേസ് ദി സ്റ്റേജ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ അവർ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം സ്റ്റൈലിംഗ് ഒക്കെ ചെയ്താണ്. എന്താണ് നമ്മൾ ഒരു ഫാഷൻ വീക്കിന്റെ സ്റ്റേജിലല്ല നിൽക്കുന്നത്, ആരാണ് ചെയ്തത്? ഇദ്ദേഹം കാണുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. അല്ലേ? ഇയാൾ അപ്പൻ എന്നുള്ള സിനിമയുടെ സംവിധായകനാണ്. അപ്പൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൻ ഒരു ഗംഭീര സിനിമയാണ്, അതിൻ്റെ സംവിധായകനാണ് ഇദ്ദേഹം. നമ്മുടെ കോസ്റ്റ്യൂം, നമ്മുടെ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ എല്ലാ പരിപാടികളും പുള്ളിയുടെ ഡിസൈനാണ്. പുള്ളി എല്ലാം സ്കെച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചാണ്. ഞാൻ കൂട്ടുകാരനായതുകൊണ്ട് എനിക്കൊരു അടി കൂടുതലായിരുന്നു. ആ മീശയും ഈ വിഗും പരിപാടിയൊക്കെ ഉണ്ട്. ബട്ട് എവറിത്തിങ് ഈ പെരുമാനി എന്ന് പറഞ്ഞ സിനിമയുടെ സൂപ്പർ ഹിറ്റ് ആയാലും പുള്ളി പറയുന്നല്ലോ, ലൈക്ക് അത് ഫുൾ ക്രെഡിറ്റ് ഇദ്ദേഹത്തിനാണ്. ഗ്രേറ്റ്. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം. സാറി പറഞ്ഞ നിസ്സാരക്കാരനല്ല, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യും അല്ലേ, മൂവിയും ചെയ്തു മൊത്തത്തിൽ. ഗോപി സുന്ദർ എത്തിയിട്ടുണ്ട്. യെസ് സർ, പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. നല്ലൊരു ഐഡിയ കൊടുക്കാം. സർ, ഇതിന്റെ മ്യൂസിക്കിനെ പറ്റിയിട്ട് സംതിങ് അബൌട്ട് ദ മ്യൂസിക് സർ ഫോർ പെരുമാനി. പെരുമാനി ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൻ്റെ കഥ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ടോട്ടലി ഡിഫറെൻറ്റ് കൾച്ചറിലുള്ളൊരു മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ അത്രയും രസിച്ച് ചെയ്തൊരു വർക്കാണ്. റീസെൻ്റ്ലി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പെരുമാനി. അപ്പോൾ ഇതിലൊരു പാട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ടെങ്കിൽ എല്ലാ പാട്ടും ഓരോന്നായിട്ട് ഇറങ്ങാനുണ്ട്. ഓൾറെഡി ഇറങ്ങിയ സോങ്ങിന് അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പാട്ടിൻ്റെ ഏതാനും വരികൾ നമുക്കിപ്പോൾ കേൾക്കാം.
Hi, hi. Good evening. വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേ സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കാം. സിംഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജസിർ ആൻഡ് മക്ബൂൽ. Thank you. Hi, good evening. After a long time, ഗോപിചേട്ടൻ ഒരു പാട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗോപിചേട്ടനൊപ്പം അപ്പം അപ്പൻ കണ്ടിരുന്നു. അപ്പനൊരു ഗംഭീര സിനിമയാണ്. അപ്പോൾ മജുവിൻ്റെ പടത്തിൽ ഗോപിചേട്ടൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി സന്തോഷം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 4 nights ഈ പടത്തിലുള്ള പാട്ടിൻ്റെ ഒരു 4 വരി ഇപ്പം തൽക്കാലം. യാ വലി അല്ലാഹ് പൊലിവേ യാ ഹബീബല്ലാഹ് യാ ഖലീലല്ലാഹ് സഫി ഇസ്മിഹിൽ അലാ മാർ ബഹറായോൻ മോറിൽ നൂർ കനവായോ കൂടെ കൗനായോൻ കൂടെ കോണ്ടേരിലയുള്ളോ ഫീഹി മാദ ഫീഹി ആയതായതിനാലേ കൂലൂ അല്ലാഹു അലിഫ് ലാം മീം റാ സബ്ബി ഇസ്മിഹിൽ അലാ ബാക്കിയാകാ കാലം ബാക്കിയാകുന്നോനേ മോലാ യാ മോലാ. യെസ്, നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാനുണ്ട് ജസിർ. യെസ്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജാസിർ മുഹമ്മദ്. ആദ്യമായിട്ട് ഈ ഒരു പടത്തിൽ പാടാൻ വേണ്ടി എന്നെ വിളിച്ച ഗോപി സുന്ദർ സാർക്ക് എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. പിന്നെ ഡയറക്ടർ മജുക്ക, എല്ലാവർക്കും. ആദ്യമായിട്ടാണ് ഞാനൊരു പടത്തിൽ പാടുന്നത്. നല്ലൊരു ഗാനം ഗോപി സുന്ദർ സാർ എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ചൊരു പോർഷൻ ഞാൻ ഇവിടെ പാടും. ഇദ്ദേഹത്തിന് നിങ്ങളാണ് ഇതിലോട്ട് എത്തിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇദ്ദേഹത്തിന് പാടുകയും കേൾക്കുന്നത്. സോ എല്ലാവർക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ ഒരു പുതിയ സിംഗർ ഞാൻ ഈ പടത്തിലോട്ട് വിളിക്കുന്നത്. വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇതിൻ്റെ എൻട്രിയിൽ ഞാൻ മാത്രമല്ല, നമ്മുടെ മുകളിലുള്ള ദൈവവും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് ഒരു പുതിയ സിംഗർ വിചാരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാലേഷൻസ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ടീമിന് വേണ്ടി നല്ലൊരു പാട്ട് പാടിയില്ലേ? ഒരു പാട്ടോട് പാടാനുണ്ട് തീർച്ചയായിട്ടും. നല്ലൊരു കല്യാണ പാട്ടാണ്. ജസ്റ്റ് നല്ലൊരു ക്ലാപ്പിയോ. പൊരകളൊരുങ്ങുന്നുണ്ടേ, പൊതികളിണക്കുന്നുണ്ടേ, കരളിലൊരുങ്ങുന്നുണ്ടേ കനോത്. പലരെ വിളിച്ചും കൊണ്ടേ, പലത് പൊരിച്ചും കൊണ്ടേ, കരയിലൊരുങ്ങുന്നുണ്ടേ ചോറൂട്ട്. പലനില പന്തലിൻ്റെ പകലിനി തുന്തരവല്ലേ, പലനില പന്തലിൻ്റെ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു അവസരം കിട്ടിയതിൽ. ആദ്യമായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ എല്ലാ ക്രൂവിനോടും ഡയറക്ടർ ഗോപി സുന്ദർ സാർ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഈ ഒരു അവസരം ഈ ഒരു തുടർച്ചക്കാരനായി എനിക്ക് തന്നതിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you so much, Team Perimani. Any final remarks? ഫൈനൽ റിമാർക്സ് പറയാൻ വേണ്ടിയിട്ട് മെയ് 10 തന്നെയാണ്. എന്നെ മജുവിനെ എനിക്ക് അടുത്തറിയാം. മജുവിൻ്റെ ഒരുപാട് ഗംഭീര പരിപാടികളുണ്ട്.
അപ്പോൾ ഈ സിനിമയുടെ സാമ്പത്തിക വിജയം അത്തരം ഗംഭീര സിനിമകൾക്ക് മജുവിനൊരു കാരണമാവട്ടെ. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 5-6 പേര് ഇവിടെ ഉള്ളൂ. ഈ സിനിമയിൽ ഞങ്ങളെപ്പോലെ ഒരു 70 ആക്ടേഴ്സുണ്ട്. ഡയലോഗ് പറയുമ്പോൾ 70 ആക്ടേഴ്സുണ്ട്. അത് കുറച്ച് വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത് തുടക്കം മുതൽ അവസാനം വരെ ഹ്യൂമർ എന്ന് പറഞ്ഞ പരിപാടി വളരെ രസകരമായിട്ട് ഉപയോഗിക്കപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ മെയ് 10-ാം തീയതിയാണ് ഡേറ്റ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങൾ വന്നിട്ട് സിനിമ കാണുക എന്നുള്ളതാണ് കാര്യം. മലയാള സിനിമ ഗോൾഡൻ പീരീഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സിനിമകൾ, ഗംഭീര സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് നമുക്ക് വലിയ വിജയമാക്കി തീർക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇവർക്കൊരു ബെസ്റ്റ് വിഷസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഗംഭീരമായിട്ടൊരു കൈയോടെ നല്ലൊന്ന് ചിരിച്ച് നമ്മളൊക്കെ സിനിമ കാണുന്ന ഒരു ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇവിടെ വാങ്ങാം. താങ്ക് യു സോ മച്ച് ടീം. താങ്ക് യു സോ മച്ച്.